Good morning. Good morning. Good morning, miss. Good morning, ma'am. എല്ലാവർക്കും കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്? കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കി. ഇന്ന് വാഹിദ ടീച്ചർ ഇല്ല, ആബ്സെന്റ് ആണ് കേട്ടോ. അപ്പൊ 12 മണി വരെ മിസ് ആണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ Okay, ma'am. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കട്ടോ. Ma'am. നമ്മളെ പറഞ്ഞോ. Good morning, ma'am. ഗുഡ് മോർണിംഗ്. ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയാ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ എന്താ? ഓക്കെ, ഞാൻ ചോദിക്കുന്ന ആള് മാത്രം ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന എങ്ങനെയാണ്? ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ബെനറ്റ് പറഞ്ഞു നോക്കിയേ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ രൂപഘടന. ബെനറ്റ് ടാർസൺ. ബെനറ്റ് ഇല്ല? പറഞ്ഞോ മോളെ. അത് നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനിയാണെന്ന് തിരിച്ച് പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? എക്കോ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് മാം. ഓക്കെ, ബെനറ്റ് മാത്രം അൺമ്യൂട്ട് ആക്കിയാൽ മതി കേട്ടോ. മറ്റെല്ലാവരും മ്യൂട്ട് ആക്കണം കേട്ടോ. ഓക്കെ, പറഞ്ഞ മോളെ. അത് 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നാഷണൽ ലെവല്, സ്റ്റേറ്റ് ലെവല്, പിന്നെ ഡിസ്ട്രിക്ട് ലെവല്. പിന്നെ നാഷണൽ ലെവലിൽ ആരാണ് ആരോഗ്യത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത്. ആർക്ക് പറയാൻ പറ്റും? മിനിസ്ട്രി ഓഫ് ഫാമിലി, അല്ലേ? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി ഹെൽത്ത് കെയർ. പിന്നെ സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS എങ്ങനെയായിരിക്കും? ടെറിട്ടറി. ബെനറ്റ് പറയുന്നുണ്ടോ? പറയുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ഇല്ല, അതാണ് ചെറിയ പ്രശ്നമുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ നിന്ന് പറഞ്ഞു. സ്റ്റേറ്റ് ലെവൽ ഓക്കെ മോളെ, ബെനറ്റ് പറയുന്നത് ക്ലിയർ ആവുന്നില്ല കേട്ടോ മിസ്സിന്. ചിലപ്പോ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കാം. ഇനി ആർക്ക് പറയാം? അത് നെറ്റിന്റെ കുട്ടിക്ക് നെറ്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ പറയാം. സാദിയ, പറഞ്ഞ മോളെ. മെയിനായിട്ട് 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നാഷണൽ ലെവല്, മിനിസ്ട്രി ഓഫ് ഹെൽത്തും ഫാമിലി വെൽഫെയറും നാഷണൽ ലെവലിലാണ് വരുന്നത്. സെക്കൻഡ് വൺ സ്റ്റേറ്റ് ലെവൽ,
ആൻഡ് യൂണിയൻ ടെറിട്ടറി. അത് നമ്മുടെ 28 സ്റ്റേറ്റും 50 യൂണിയൻ ടെറിട്ടറിയും ഈ സ്റ്റേറ്റ് ലെവലിലാണ് വരുന്നത്. പിന്നെ തേർഡ് വൺ വരുന്നത് ഡിസ്ട്രിക്ട് ലെവലിൽ. ആ ഡിസ്ട്രിക്ട് ലെവലിൽ 2 തരത്തിൽ തിരിച്ചിട്ടുണ്ട്, റൂറൽ ഏരിയാസും അർബൻ ഏരിയാസും. റൂറൽ ഏരിയാസിൽ CHS, PHS, സബ് സെന്റേഴ്സ് വരുന്നത്. അർബൻ ഏരിയാസിൽ ഹോസ്പിറ്റൽസും ഡിസ്പെൻസറീസും ആണ് വരുന്നത്. ഈ നെക്സ്റ്റ് ചോദിക്കാം, ഹോസ്പിറ്റലിലെ ഫംഗ്ഷനുകൾ 2 തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഹാരിഷ് ഫാസിയ പറയാം. ഇൻട്രാമുറൽ ഫംഗ്ഷനും എക്സ്ട്രാമുറൽ ഫംഗ്ഷൻ. ഇൻട്രാമുറൽ ഉള്ളിൽ കൊടുക്കുന്ന സർവീസുകളാണ് ഇൻട്രാമുറൽ. എക്സ്ട്രാമുറൽ സർവീസുകളാണ് എക്സ്ട്രാമുറൽ എന്ന് പറയുന്നത്. എക്സ്ട്രാമ്യൂറൽ എന്താണ് കേട്ടില്ലല്ലോ? ഹോസ്പിറ്റലിന് പുറത്ത് കൊടുക്കുന്ന സർവീസുകൾ. ഇനി എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ശ്രീഷ്മ TV, ശ്രീഷ്മ ഇല്ല. ആച്ചി പറഞ്ഞു. എക്സ്ട്രാമുറൽ ഔട്ട് പേഷ്യന്റ് സർവീസ് കേൾക്കുന്നുണ്ടോ? ഹോം കെയർ സർവീസ്, ഔട്ട് പേഷ്യന്റ് സർവീസ്, ഹോം കെയർ സർവീസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പ്. എന്താണ് ഔട്ട് പേഷ്യന്റ് സർവീസ് എന്ന് പറഞ്ഞാല്? അഡ്മിറ്റ് ആവാതെ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, വെരി ഗുഡ്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 6th ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ്. മ്യൂട്ട് ചെയ്യാൻ പോണേ ക്ലിയർ ആവില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യും. എല്ലാത്തിനെയും മ്യൂട്ട് ചെയ്യും. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ക്ലിയർ ആവില്ല അല്ലെങ്കിൽ മിസ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്നത് 6th ചാപ്റ്റർ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലെ? എന്താണ്? നമ്മള് ഡോക്ടറെ കാണുന്നു അല്ലെ, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അല്ലെ? അങ്ങനെയുള്ള സർവീസുകളാണ് OP-യിൽ നൽകുന്നത് അല്ലെ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാത്ത രോഗികളെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇൻട്രൊഡക്ഷൻ നോക്കാം നമുക്ക്. OPD means outpatient department where patients come to the hospital to consult their health issues with the doctors to start the treatment. അല്ലെ? മിസ് പറഞ്ഞതുപോലെ തന്നെ എന്താണ്? രോഗി എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിൽ വരുന്നു, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഡോക്ടറെ കേൾപ്പിക്കുന്നു അല്ലെ? ഡോക്ടറോട് പറയുന്നു. എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യുന്നു? അതിനുള്ള മരുന്നുകൾ തന്നിട്ട് രോഗി ആ മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ പ്രോസസ്സാണ് OPD-യിൽ നടക്കുന്നത്. OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടിയിലൊക്കെ വരച്ചു വെക്കണേ. OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ OPD സർവീസ് മനസ്സിലായില്ലേ? OPD നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്? ക്ലിയർ ആയോ മക്കൾക്ക്? ഓക്കെ ആണോ ആ സെന്റൻസ്? ഓക്കെ, ഇനി എന്താണ്? OPD services are medical care provided on a outpatient base that include diagnosis, observation, consultation, treatment, intervention and rehabilitation സർവീസുകൾ. എന്താണ്? OPD-യിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ? പേഷ്യൻസിന് എന്തൊക്കെ സർവീസുകളാണ്? ഡയഗ്നോസിസ് അല്ലെ? ഡയഗ്നോസിസ് അറിയില്ലേ നിങ്ങൾക്ക്? എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് അറിയാം, എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ചോദിക്കുന്നത്. എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല്? OPD-യിൽ നൽകുന്ന സർവീസുകളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാല് രോഗം നിർണയം. അറിയാത്തവരെ എഴുതി വെക്കാട്ടോ. രോഗം നിർണയിക്കുന്നതിനെയാണ്
ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒബ്സർവേഷൻ അറിയാലോ? ഒബ്സർവേഷൻ മീൻസ് എന്തായിരിക്കാം? ഒബ്സർവേഷൻ നിരീക്ഷണം അല്ലെ, നിരീക്ഷിക്കുന്നത്. ഒബ്സർവേഷൻ മീൻസ് നിരീക്ഷിക്കുന്നത്. കൺസൾട്ടേഷൻ എന്തായിരിക്കാം? കൺസൾട്ടേഷൻ പരിശോധന. ഡോക്ടർ എന്ത് ചെയ്യുന്നു? രോഗികളെ പരിശോധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് കൺസൾട്ടേഷൻ. പിന്നെ എന്താണ്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെന്താണ്? ഇന്റർവെൻഷൻ എന്തായിരിക്കാം? ഇന്റർവെൻഷൻ ഇന്റർവെൻഷൻ കണ്ടുപിടുത്തം. ഇടപെടൽ എന്നൊക്കെ പറയില്ലേ? ഇടപെടൽ. ഇടപെടലാണ് കേട്ടോ ഇന്റർവെൻഷൻ. ഇനി റീഹാബിലിറ്റേഷൻ സർവീസ് അറിയാലോ? ഒരാളെ നോർമൽ ലൈഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊണ്ടുവരുന്ന സർവീസിനെയാണ് റീഹാബിലിറ്റേഷൻ സർവീസ് എന്ന് പറയുന്നത് അല്ലെ. പുനരധിവാസ കേന്ദ്രം അല്ലെ, അല്ലെങ്കിൽ പുനരധിവാസ സേവനങ്ങൾ എന്ന് പറയാം. പുനരധിവാസ സേവനങ്ങൾ കേട്ടോ. അപ്പൊ എന്താണ്? OPD-യില് അതുപോലെ OPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് രോഗികൾക്ക് പല സർവീസുകൾ നൽകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ OPD-യിൽ പറയുന്നത് എങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ്? അഡ്മിറ്റ് ആവാത്ത പേഷ്യൻസിനെയാണ് നമ്മൾ OP പേഷ്യൻസുകൾ എന്ന് പറയുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? രോഗി ഹോസ്പിറ്റലിലോട്ട് വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ള പ്രോസസ്സാണ് OPD-യിൽ നടക്കുന്നത്. പിന്നെന്താണ്? OPD-യിൽ പലതരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഏതാണ്? ഡയഗ്നോസിസ്, രോഗം നിർണ്ണയിക്കുന്നത്, ഒബ്സർവേഷൻ നിരീക്ഷണം, കൺസൾട്ടേഷൻ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഇന്റർവെൻഷൻ ഇടപെടൽ നടക്കുന്നുണ്ട്, അതുപോലെ എന്താണ്? റീഹാബിലിറ്റേഷൻ സർവീസ് അല്ലെ, പുനരധിവാസ സേവനങ്ങളും അവിടെ നൽകുന്നുണ്ട്. ഓക്കെ അല്ലെ? അത്രയും പോയിന്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ഓക്കെ. ഇനി എന്താണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഡയഗ്നോസിസ്, ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് an illness or other problems by examination of symptoms. Symptoms എന്താണ്? Symptoms എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ലക്ഷണങ്ങൾ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ എന്താണ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ്? ഒരു രോഗിയുടെ എന്താണ് ലക്ഷണങ്ങൾ നോക്കിയിട്ട് രോഗം നിർണയിക്കുന്നു അല്ലെ, ഐഡന്റിഫൈ ചെയ്യുന്ന ആ പ്രക്രിയനെയാണ് നമ്മള് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം നിർണയിക്കൽ അല്ലെങ്കിൽ രോഗനിർണയം. ഓക്കെ, അപ്പോ എന്താണ്? സിംറ്റംസ്, രോഗത്തിന്റെ ആ ലക്ഷണങ്ങൾ, ഒരു വ്യക്തിയിലുള്ള ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് എന്ത് രോഗിയുടെ എന്ത് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇൽനെസ് ഒക്കെ രോഗം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതാണ് ഡയഗ്നോസിസ്. ഇനി ഒബ്സർവേഷൻ, ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് സംവൺ. ക്ലിയർ ആവുന്നില്ലേ മിസ് പറയുന്നത്? എപ്പോ വരുന്നുണ്ടോ മക്കളെ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? എന്താണ്? നിരീക്ഷണം അല്ലെ. ദ ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് സംവൺ അല്ലെ. മോണിറ്റർ നിരീക്ഷിക്കുന്നു അല്ലെ. ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ എന്താണ് വയറിളക്കം ഛർദ്ദിയൊക്കെ ആയിട്ട് വരുമ്പോ ട്രിപ്പ് ഇട്ടിട്ട് കിടത്തു അല്ലെ, കുറച്ച് മണിക്കൂറൊക്കെ. അപ്പൊ എന്താണ് ആ രോഗിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിരീക്ഷിക്കുന്നുണ്ട്. വേറെ എക്സാമ്പിൾ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഫോർ എക്സാമ്പിൾ എന്താണ്? ഇപ്പൊ നമ്മളുടെ കുട്ടികളെ തന്നെ എന്താണ് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇമ്മ്യൂണൈസേഷന് കൊണ്ടുപോയില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു? ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം കുറച്ചു നേരം ഹാഫ് ആൻ അവർ അവിടെ ഇരുത്തി കഴിഞ്ഞിട്ടാണ് ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വീട്ടിലേക്ക് വിടുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ട് അങ്ങനെ ഇരുത്തണത്? ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും ആ കുട്ടിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ എന്ന്
നോക്കാനായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അല്ലെ. ടി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ എന്തെങ്കിലും അലർജീസോ ചൊറിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ 2 പോയിന്റും? ഓക്കെ ആണോ? അടുത്ത പോയിന്റ് പറയട്ടെ മിസ്. ഓക്കെ, ഇനി എന്താണ് കൺസൾട്ടേഷൻ. കൺസൾട്ടേഷൻ നമ്മൾ പഠിച്ചു അല്ലെ. എന്താണ് ഡോക്ടർ എന്ത് ചെയ്യുന്നു, ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മൾ രോഗം പറഞ്ഞ് കൺസൾട്ടേഷൻ നടത്തുന്നുണ്ട് അല്ലെ. എന്താണ് മീറ്റിംഗ് വിത്ത് ആൻ എക്സ്പേർട്ട്. എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോക്ടേഴ്സ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പേർട്സ് മെഡിക്കൽ ഓഫീസർ ഇൻ ഓർഡർ ടു സീക്ക് ദ അഡ്വൈസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നു. ഒരു മീറ്റിംഗ് പോലെയാണ് അല്ലെ അവിടെ ചെയ്യുന്നത്. നമ്മുടെ രോഗങ്ങളെ കുറിച്ച് അവിടെ ഡോക്ടറോട് പറയുന്നു, ഡോക്ടർ എന്ത് ചെയ്യുന്നു, മരുന്ന് അത് എഴുതി തരുന്നുണ്ട്. അപ്പൊ എന്താണ്, ഡോക്ടറിന്റെ അഡ്വൈസ് രോഗി സ്വീകരിക്കുന്നുണ്ട്. അതാണ് കൺസൾട്ടേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഈ ട്രീറ്റ്മെന്റ് എന്തായിരിക്കാം? ദ മെഡിക്കൽ കെയർ ഗിവൺ ടു എ പേഷ്യന്റ് ഫോർ ഇൽനെസ് ഓർ ഇൻജുറി. എന്താണ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡോക്ടറെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് പോലെ അല്ലെ. എക്സ്പേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടറാണ്. ഡോക്ടറെ കണ്ട് നമ്മുടെ രോഗത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അല്ലെ. പറയുമ്പോൾ ഒരു മീറ്റിംഗ് പോലെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഡോക്ടറെ കണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട്. അതാണ് കൺസൾട്ടേഷൻ എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോ ഒരു രോഗിക്ക് എന്താണ് രോഗം മാറാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രോഗബാധിതനോ അല്ലെങ്കിൽ മുറിവുള്ള ആൾക്കാർക്ക്, മുറിവുകളോട് കൂടിയ ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്താണ് രോഗബാധിതർക്കോ എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് നൽകുന്നുണ്ട്, ഒരു മെഡിക്കൽ കെയർ അല്ലെ, ചികിത്സ നൽകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇടപെടൽ ട്ടാ, ഇടപെടുന്നത്. അപ്പൊ എന്താണ്, ആക്ഷൻ ടേക്കൺ ടു ഇംപ്രൂവ് എ മെഡിക്കൽ ഡിസോർഡർ. നമുക്ക് എന്തെങ്കിലും ഇപ്പോ ഒരാൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടികൾ ആരെടുക്കുന്നുണ്ട്, ഡോക്ടർ അല്ലെ, OPD എടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്, ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇടപെടൽ എന്നാണ്. അവിടെ എന്താണ് എടുക്കുന്നത്, ഇപ്പോ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞ് ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടിക്രമങ്ങള് അവിടെ സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇടപെടല് നടത്തുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് ഭേദമാക്കാനുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ നടപടിക്രമങ്ങള് അവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി എന്താണ് റീഹാബിലിറ്റേഷൻ. നമുക്കറിയാം അല്ലെ, എന്താണ് റീഹാബിലിറ്റേഷൻ? നിങ്ങൾക്ക് തന്നെ പറയാലോ. ദ ആക്ഷൻ ഓഫ് റീസ്റ്റോറിംഗ് someone to health or normal life through training and therapy after illness അല്ലെ. മിസ് പറഞ്ഞില്ലേ, എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, സ്ട്രോക്ക് വന്ന ഒരാൾ അല്ലെ, കൈയും കാലും ഒരു വശം തളർന്നു കിടക്കുന്നതിന് അപ്പോ എന്ത് ചെയ്തു, തെറാപ്പിയിലൂടെ അയാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതാണ് റീഹാബിലിറ്റേഷൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ. എന്താണ്, നോർമൽ ലൈഫിലേക്ക്, ഒരു രോഗിയെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതാണ് റീഹാബിലിറ്റേഷൻ. പുനരധിവാസ സേവനങ്ങൾ അതും OPD നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ OPD സർവീസുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്താണ്, ഡയഗ്നോസിസ് അല്ലെ, രോഗം നിർണയിക്കൽ. ലക്ഷണങ്ങൾ നോക്കിയിട്ട് നമ്മൾ രോഗം നിർണയിക്കുന്നുണ്ട്. ഒബ്സർവേഷൻ, ഒരാളെന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അലർജീസ് ഉണ്ടാകുന്നുണ്ടോ. ഇപ്പൊ പറഞ്ഞു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹാഫ് ആൻ അവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെ. കുട്ടികളൊക്കെ ആരായാലും, ഇപ്പൊ ഗർഭിണികളെ തന്നെ ആയാലും TT ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്, അലർജീസോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്താണ്, ഒബ്സർവേഷൻ ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ എന്താണ്, കൺസൾട്ടേഷൻ അല്ലെ, ഡോക്ടറെ കണ്ട് ചികിത്സ തേടുന്നത്.
പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ്സ് അല്ലെ, എന്തെങ്കിലും രോഗബാധിതർക്ക് അല്ലെങ്കിൽ രോഗികളായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ കെയർ അവരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് റീഹാബിലിറ്റേഷൻ അല്ലെ, ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുനർജീവിതത്തിലേക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സർവീസും OPD പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാ പോയിന്റ്സുകള്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ മിസ്സിനോട്. ക്ലിയർ ആയോ? നോക്കി കഴിഞ്ഞ ഇന്റർവെൻഷൻ ഇടപെടൽ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാല് ഇടപെടൽ. ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാനുള്ള നടപടിക്രമങ്ങൾ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അതാണ് ഇന്റർവെൻഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാക്കെങ്കിലും ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അടുത്ത പോർഷൻ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല്? ഒബ്ജക്റ്റീവ്സ് എന്തായിരിക്കാം? ഒബ്ജക്റ്റീവ്സ് മീൻസ് എന്തായിരിക്കാം ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങൾ അല്ലെ. OPDയുടെ ലക്ഷ്യങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾക്ക് തന്നെ പറയാലോ, വായിച്ചാൽ മനസ്സിലാവുന്ന പോയിന്റ് അല്ലേ? എന്താണ് ഫസ്റ്റ് പോയിന്റ്? എന്താണ്? പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ. എന്തായിരിക്കാം? രോഗികൾക്ക് അവിടെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗുഡ് ക്വാളിറ്റി കെയർ അല്ലേ? ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ് ട്രീറ്റ്മെന്റ് പറയാട്ടോ. അപ്പൊ എന്താണ് അവിടെ രോഗികൾക്ക് ഒരു ക്വാളിറ്റി ഗുണനിലവാരമുള്ള ഒരു കെയർ ആണ് അല്ലെ, ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്താ പറയുന്നത്? പഴയ കാലത്തുള്ള ടെക്നിക്സ് ഒക്കെ മാറ്റി പുതിയ രീതിയിലുള്ള അല്ലെ മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനും അതുപോലെ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും വേണ്ടിയിട്ട്. അപ്പൊ പഴയ കാലത്തുള്ള ടെക്നിക്സ് ഒക്കെ മാറ്റി പുതിയ രീതിയിലുള്ള മോഡേൺ രീതിയിലുള്ള ടെക്നിക്സ് വേണം യൂസ് ചെയ്യാൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോ നിങ്ങൾക്ക് കണ്ടുപിടുത്തം. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ മീൻ ചെയ്യുന്നത് നമ്മുടെ HAല് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാ?
ബ്ലഡ് ടെസ്റ്റുകൾ, വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തില്ലേ നമ്മള്? യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ MRI സ്കാൻ, അങ്ങനെയുള്ള സ്കാനുകളൊക്കെ നടത്തില്ലേ? അതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്ലഡ് ടെസ്റ്റ്, വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ എക്സ്റേ, MRI ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആ ടെസ്റ്റുകളൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് വാക്ക് വരുമ്പോ നിങ്ങൾ ഓർത്ത് വെക്കണം എന്താണ്? ഇങ്ങനെയുള്ള ടെസ്റ്റുകളെയാണ് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഓർമ്മയിൽ വരണം, ടെസ്റ്റുകളാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ടെസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ള കാര്യം ഓർമ്മയിൽ വരണം കേട്ടോ. പിന്നെന്താണ്? ട്രീറ്റ്മെന്റ് നടത്തുന്നത് എന്താണ്? മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD പറയുന്നത്. ഇനി എന്താണ്? ഫെസിലിറ്റേറ്റ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അതറിയാലോ എന്താണ്? എന്താണ്? പേഷ്യന്റിന്റെ അല്ലെ, പേഷ്യന്റിന്റെ എന്ത് വേണം? സാറ്റിസ്ഫാക്ഷൻ അല്ലെ? സാറ്റിസ്ഫാക്ഷൻ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അല്ലെ, എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ഓരോ രോഗികൾക്കും കൊടുക്കുന്ന കസ്റ്റമർ അല്ല, പേഷ്യന്റിനെ എന്ത് വേണം? സംതൃപ്തി അല്ലെങ്കിൽ സന്തോഷമായിട്ട് വേണം ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെ. മുഷിച്ചില്ലാത്ത രീതിയിൽ, നല്ല രീതിയിൽ വേണം കസ്റ്റമേഴ്സിന്റെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട്, രോഗികൾക്ക് എന്താണ്? സംതൃപ്തിയോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? എല്ലാ സർവീസുകളും ചെയ്തു കൊടുക്കാനായിട്ട് കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി, അവർക്ക് സന്തോഷമുള്ള രീതിയിലായിരിക്കണം എല്ലാ കാര്യങ്ങളും രോഗികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അതാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഗുഡ് പബ്ലിക് റിലേഷൻസ്. ഇപ്പൊ ഹോസ്പിറ്റലില് പേഷ്യൻസ് വരാം, പല വിസിറ്റേഴ്സും വരാം അല്ലെ. ആ വിസിറ്റേഴ്സുമായിട്ടും പല പേഷ്യൻസുമായിട്ടും എന്ത് റിലേഷൻഷിപ്പ്? നല്ലൊരു ഗുഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ആര്? അവിടുത്തെ സ്റ്റാഫുകള്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD ആണ് നമ്മൾ പഠിച്ചത്. എന്താണ്? ഫസ്റ്റ് എന്താണ്? ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ്? മോഡേൺ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടതുണ്ട് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്, അതുപോലെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്തണം. അതുപോലെ എന്താണ്? ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആരൊക്കെ തമ്മില്? വിസിറ്റേഴ്സും പേഷ്യൻസും അവിടുത്തെ സ്റ്റാഫുകളും തമ്മിൽ എന്ത് ചെയ്യണം? ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകണം. ക്ലിയർ അല്ലേ? എന്ന് വായിച്ചു നോക്കിയേ. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ ആണോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ദി സ്കോപ്സ് ഓഫ് OPD ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ്. ഇനി OPDയുടെ സ്കോപ്പുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താണ് സ്കോപ്പ് എന്ന് പറഞ്ഞാല്? സ്കോപ്പ് എന്തായിരിക്കാം? സ്കോപ്പ് ഉദ്ദേശ്യങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മള്? ഇതാണ് സ്കോപ്പ് കേട്ടോ, സാധ്യത. ഓക്കെ, അപ്പോ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്കോപ്പുകൾ, സാധ്യതകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് നോക്കാം. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ് ആൻഡ് സ്പെഷ്യാലിറ്റി സർവീസസ് അല്ലെ.
കൺസൾട്ടേഷൻ നമ്മൾ പഠിച്ചു അല്ലെ, ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചികിത്സ തേടുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ, ടെസ്റ്റുകൾ, വിവിധ തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അതുപോലെ എന്താണ്, പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. സ്പെഷ്യാലിറ്റി സർവീസ് അറിയാലോ, അറിയോ? സ്പെഷ്യാലിറ്റി സർവീസ് ഹെൽത്ത് കെയർ എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, റയർ രോഗങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് ചികിത്സിക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റുകളും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് സ്പെഷ്യാലിറ്റി സർവീസുകൾ കേട്ടോ. അപ്പൊ എന്താണ്, OPD ഇവയൊക്കെ ചെയ്യുന്നുണ്ട്. കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്, പ്രൊസീജിയർ, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് സ്കോപ്പ് കേട്ടോ. ക്ലിയർ ആണോ? ഇത് കൂടുതൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല, നമ്മൾ പഠിച്ചത് അതിന്റെ കാര്യങ്ങളല്ലേ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് രണ്ടാമത്തത്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ്സ് ഡയബറ്റിക്സ് ആൻഡ് ആന്റിനേറ്റൽ. അപ്പൊ എന്താണ് പ്രിവെന്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടയൽ അല്ലെ, രോഗങ്ങൾ വരുന്നത് തടയുന്നതിനും അതുപോലെ എന്താണ് ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ഡയബറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, പ്രമേഹം അല്ലെ, പ്രമേഹ രോഗികൾക്ക് എന്താണ് വിവിധ തരത്തിലുള്ള സ്പെഷ്യാലിറ്റി സർവീസുകൾ, അവർക്കുള്ള ഫെസിലിറ്റീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആന്റിനേറ്റൽ ഗർഭകാലത്തിലുള്ള അല്ലെ ഗർഭിണികൾക്ക് എന്താണ് സുരക്ഷയും അവരുടെ ആരോഗ്യത്തെയും സുരക്ഷയും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? ആന്റിനേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ച, അറിയാത്തവർ എഴുതിയോട്ടോ, ഗർഭിണികളുടെ ആരോഗ്യത്തെയും സുരക്ഷയെയും സംബന്ധിച്ച. അപ്പൊ എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, എന്താണ് രോഗങ്ങൾ വരുന്നത് തടയുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഗർഭിണികൾക്കായാലും ഈ പ്രമേഹ രോഗികൾക്കായാലും വിവിധ തരത്തിലുള്ള സംരക്ഷണങ്ങള്, ടെസ്റ്റുകള്, ഫെസിലിറ്റീസ്, കുറേയധികം സർവീസുകൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് റീഹാബിലിറ്റേഷൻ സർവീസ് അല്ലെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എന്താണ് ഒരാളെ എന്ത് ചെയ്യുന്നു, രോഗിയായിട്ടുള്ള ഒരാളെ എന്ത് ചെയ്യുന്നു, നോർമൽ ലൈഫിലേക്ക് അല്ലെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സർവീസുകളെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ സർവീസുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിളുകളാണ് ഫിസിയോതെറാപ്പിക്ക് എക്സാമ്പിളുകളാണ്. പിന്നെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾ പഠിച്ചിട്ടില്ലേ നേരത്തെ, ഹെൽത്ത് കെയറിൽ പഠിച്ചിട്ടില്ലേ ഹെൽത്ത് എഡ്യൂക്കേഷൻ. കൊറോണ ഒക്കെ വന്നിട്ടുള്ള ടൈമിൽ എന്താണ് പറഞ്ഞത് മിസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലേ രോഗികൾക്ക്, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർക്ക് വേണ്ടി നൽകുന്നുണ്ട്. പോസ്റ്ററുകളൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ, ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ എന്താണ് ഇപ്പൊ ഒരു ഫ്ലെക്സുകളോ പോസ്റ്ററുകളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കൊറോണ ടൈമിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് മാസ്ക് ധരിക്കണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാളിലൊക്കെ ഒട്ടിച്ചു വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് OPD സ്കോപ്പ്. സുഖമല്ലോ ഇത് പഠിക്കാനായിട്ട്, കുഴപ്പമില്ലല്ലോ ഇത്? ഓക്കെ, ഫസ്റ്റ് തുടങ്ങി ഒന്നുകൂടി പറയാം. എന്താണ് കൺസൾട്ടേഷൻ നൽകുന്നുണ്ട്, അതുപോലെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, പിന്നെ എന്താണ് സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രിവെന്റീവ് അല്ലെ, രോഗങ്ങൾ വരുന്നത് തടയുന്നതിനും പ്രമോട്ടീവ് ഹെൽത്ത് കെയർ, എന്താണ് ഹെൽത്ത് കെയർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. റീഹാബിലിറ്റേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് എഡ്യൂക്കേഷൻ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം. എന്താണ് ലൊക്കേഷൻ ഓഫ് OPD. ലൊക്കേഷനുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതാണ് OPDയുടെ ലൊക്കേഷൻ എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. എന്തായിരിക്കും ഓൺ ഗ്രൗണ്ട് ഫ്ലോർ? എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നത്? എന്തായിരിക്കാം ഓൺ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും OPD വിഭാഗം. ഓക്കെ, ഇനി എന്താണ് should share with IPD diagnostic and therapeutic facilities.
ഷുഡ് ഷെയർ വിത്ത് IPD. IPD എന്താണ്? IPD എന്തായിരിക്കും? ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അറിയാത്തവരെ എഴുതി വെക്കണേ. IPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, എന്താണ്? IPD-യും OPD-യും തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും അവിടെ സർവീസുകൾ നടത്തുന്നത്, അല്ലെ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും കൂടി കണക്ട് ചെയ്തിട്ട് ആയിട്ടുള്ള അങ്ങനെ കണക്ട് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? ഇനി എന്താണ്? അവിടെ രോഗനിർണയം, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ്, എക്സ്റേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ 2 പോയിന്റുകളാണ് പഠിച്ചത് ലൊക്കേഷനില്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിൽ ആണ് OPD വിഭാഗം അല്ലെങ്കിൽ OPD ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അതുപോലെ തന്നെ IPD-യും OPD-യും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ, ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് ഒക്കെ ഈ OPD-യിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂന്നാമത്തതാണ് യൂണി ഡയറക്ഷണൽ ഫ്ലോ. എന്തായിരിക്കാം യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കാം? മനസ്സിലായില്ലല്ലോ പൂജ? എല്ലായിടത്തും നിന്നും പിന്നെ ഒരു സ്ഥലത്തേക്ക്. ഓക്കെ, അപ്പൊ എന്താണ് യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും സ്ട്രക്ചർ? OPD-യുടെ സ്ട്രക്ചർ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് രോഗികൾക്ക്? എങ്ങനെയാണ്? OPD-യില് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. എങ്ങനെയാണ് രോഗികൾക്ക് സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചറിലായിരിക്കും രോഗികൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയായിരിക്കും? ആദ്യം ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് സർവീസ് OPD-യിൽ നടത്തുന്നത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആ പ്രോസസ് എങ്ങനെയായിരിക്കും OPD-യില്? അറിയില്ല? നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഇല്ല? ആർക്കറിയില്ല? എങ്ങനെയായിരിക്കാം? രോഗി വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഓർമ്മയുണ്ടോ? രജിസ്ട്രേഷൻ നടത്തുന്നു, കൺസൾട്ടേഷൻ ചെയ്യുന്നു, പിന്നെന്താണ്? ഡോക്ടറെ കണ്ടിട്ട് രോഗി പോണേണ, ഫാർമസിയിൽ പോകുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, അല്ലെ? അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിലായിരിക്കും അവിടെ പേഷ്യൻസിന് സർവീസ് നൽകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേ സ്ട്രക്ചറിൽ, അല്ലെ? ഒരു സ്ട്രക്ചറിലായിരിക്കും അവിടെ എന്ത് ഈ പ്രോസസ്സ് നടത്തുന്നത്. അപ്പോ യൂണി ഡയറക്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. OPD സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. രോഗി എന്ത് ചെയ്യുന്നു? വരുന്നു, ഹോസ്പിറ്റലിലോട്ട് വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങിക്കുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, ആ ഫ്ലോ ആണ് അവിടെ യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? സ്പാൻ ഓഫ് എക്സ്പാൻഷൻ, അല്ലെ? എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ. വികസനം, വിസ്തൃതി എന്നൊക്കെ പറയാം. എന്താണ്? കുറെ അധികം ഫെസിലിറ്റീസും സർവീസുകളും കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെയുണ്ട്, OPD ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഓക്കെ, വിസ്തൃതി. ഓക്കെ അല്ലെ? അപ്പൊ ലൊക്കേഷൻ എന്താണ്? OPD-യുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. പിന്നെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും കൂടി കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വിഭാഗം. പിന്നെ എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ, അല്ലേ? ഒരു സ്ട്രക്ചറിലായിരിക്കും, ഒരേ സ്ട്രക്ചറിലായിരിക്കും പോകുന്നത്. അതെന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാല്? എങ്ങനെയായിരിക്കും പ്രോസസ്സ് നടക്കുന്നത്? രോഗി വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന് വാങ്ങുന്നു, തിരിച്ചു പോകുന്നു. ഓക്കെ,
പിന്നെ എന്താണ് എക്സ്പാൻഷൻ, വിസ്തൃതി, നല്ല നല്ല തരത്തിലുള്ള വിസ്തൃതി വികസനമുണ്ട് അതിന്റെ ഡിപ്പാർട്ട്മെന്റ്. വളരെയധികം ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ലൊക്കേഷൻ ഓഫ് ഒ പി ഡി മനസ്സിലായോ? ഓക്കെ. ഇനി എന്താണ് ഏരിയാസ് ഓഫ് ഒ പി ഡി? ഒരു ഏരിയാസുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ഈ ഓരോ ഏരിയയിലും എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, എന്താണ് പേഷ്യന്റ് ഏരിയാസിൽ എന്തൊക്കെ ഉണ്ടാവും? എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം. റെക്കോർഡ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ഫയലൊക്കെ ഉള്ള സ്ഥലങ്ങളെയാണ് റെക്കോർഡ് റൂം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ് വെയിറ്റിംഗ് ഏരിയ എന്നാണ് കേട്ടോ. അവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, വെയിറ്റിംഗ് ഏരിയ എന്നാക്കണേ. വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും, സ്നാക്ക് ബാർ ഉണ്ടാവും, ATM മെഷീൻസ് ഉണ്ടാവും. ജസ്റ്റ് പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. അതിനകത്ത് തലപൊങ്ങി പഠിക്കാനുള്ളതൊന്നുമില്ല. ഓക്കെ, പിന്നെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയാസിൽ എന്തൊക്കെ ഉണ്ടാവും? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ഉണ്ടാവും, പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ടാവും, അക്കൗണ്ട്സ് ഉണ്ടാവും, ബില്ലിംഗ് ഉണ്ടാവും, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഓക്കെ, ഇതാണ് ക്ലിനിക്കൽ ഏരിയാസിൽ കൺസൾട്ടേഷൻ ഉണ്ടാവും. എക്സാമിനേഷൻ റൂം അറിയോ? എന്താണ് എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാല്? അറിയോ? എക്സാമിനേഷൻ റൂം രോഗനിർണയ. ഓക്കെ, എന്താണ് കൺസൾട്ടേഷൻ? ഇപ്പോ ടെസ്റ്റ് റൂം അല്ല, എന്താണ് ഡോക്ടറെ കാണുന്ന ആ റൂം ഉണ്ടാവുമല്ലോ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന, അതിനോടടുത്ത് തന്നെ എന്തുണ്ടാവും? ഒരു റൂം ഉണ്ടാവും അല്ലെ. ഇപ്പൊ എന്താണ് ഒരു രോഗി വയറുവേദനയൊക്കെ ആയിട്ട് വരുന്നതെങ്കിൽ എന്താണ് കിടത്തി നോക്കാനായിട്ട് ഒരു റൂമും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോ അത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമാണ് എന്ത്? എക്സാമിനേഷൻ റൂം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഡോക്ടറിന്റെ റൂമിനോട് അടുത്ത് തന്നെ ചിലപ്പോ കർട്ടനൊക്കെ മറച്ചു വെച്ചിട്ട് ഒരു റൂം ഉണ്ടാവും. അങ്ങനെ രോഗിയെ നോക്കുന്നതിനുള്ള ആ റൂമാണ് എക്സാമിനേഷൻ റൂം കേട്ടോ. പിന്നെ എന്താണ് ഡ്രസ്സിംഗ് റൂം ഉണ്ടാവാം, ഫിസിയോതെറാപ്പി, അതുപോലെ ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ബ്ലഡ് ബാങ്ക്, റേഡിയോളജിക്ക് ഒരു ചാപ്റ്റേഴ്സ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി എന്തൊക്കെ ഈ ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെയുണ്ട്, പേഷ്യന്റ് ഏരിയയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എക്സാമിനേഷൻ റൂം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കിയല്ലോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി നോക്കാം ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലൈംസ് ഇൻ OPD. നിങ്ങൾക്ക് തന്നെ പറയാലോ. ജസ്റ്റ് ഒന്ന് നോക്കിയേ ആ ഫ്ലോ എങ്ങനെയാണ്, ഫ്ലോ ചാർട്ട്. എന്നിട്ട് ഞാൻ പറയുന്ന ആളെ മിസ്സിനൊന്ന് പറഞ്ഞാലോട്ടാ എങ്ങനെയാന്നുള്ളത്. OPDയിലെ ആ പ്രൊസീജിയർ, പ്രോസസ് എങ്ങനെയാണെന്നുള്ളത്.
നോക്കിയോ? കുറച്ചാർക്ക് മനസ്സിലായ? ക്ലിയർ ആയ? പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഓക്കെ ഓക്കെ, ഞാൻ പറയുന്ന ആള് പറഞ്ഞില്ല കേട്ടോ. ഫാരിഷ കെ എ. ഫാരിഷ കെ എ. ഫാരിഷല്ലോ? ഓക്കെ ഓക്കെ, മ്യൂട്ട് ആണല്ലേ? ഓക്കെ കേട്ടോ. നിങ്ങളൊന്ന് പറയോ? പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് എൻക്വയറിയിൽ ചെല്ലും, ദെൻ രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞ് നമുക്ക് വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യും, ദെൻ കൺസൾട്ടേഷന് വേണ്ടി പോകും, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? മെഡിക്കൽ ഓഫീസറായിട്ട് കൺസൾട്ട് ചെയ്യുന്നതാണോ? അല്ല, അതാണ് കൺസൾട്ടേഷനിൽ നടക്കുന്നത് അല്ലെ? കൺസൾട്ടേഷൻ ഇനി ഇൻവെസ്റ്റിഗേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ തലയിലേക്ക് അപ്പൊ തന്നെ വരണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? ആർക്ക് പറയാം? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാല് ടെസ്റ്റുകൾ അല്ലെ? ലാബ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ. ടെസ്റ്റുകളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, ആ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? ഡോക്ടർ വീണ്ടും കൺസൾട്ട് ചെയ്യും, എന്ത് ചെയ്യും? ഫാർമസിയിലോട്ട് മരുന്ന് എഴുതി തരും, ഫാർമസിയിലോട്ട് എക്സിറ്റ് ആയി. ഓക്കെ ഓക്കെ. കിട്ടാത്തവർക്ക് മിസ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. എന്താണ്? ഫസ്റ്റ് നമ്മള് ഹോസ്പിറ്റലിലോട്ട് വരുന്നു, രജിസ്ട്രേഷൻ ചെയ്യുന്നു അല്ലെ? നമ്മുടെ പേര്, വിവരങ്ങളും അഡ്രസ്സുകളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ടോക്കൺ എടുത്ത് വെയിറ്റിംഗ് ഹാളിൽ ഇരിക്കുന്നു, ഡോക്ടറെ കാണുന്നു അല്ലെ? കൺസൾട്ടിംഗ് റൂമിൽ പോകുന്നു, അത് പോയിട്ട് എന്ത് ചെയ്യുന്നു? ഡോക്ടറെ കാണുന്നു. അപ്പൊ ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റുകള്, ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചിലപ്പോ യൂറിൻ ടെസ്റ്റിന് പറയാം, ചിലപ്പോ ബ്ലഡ് ടെസ്റ്റിന് പറയാം അല്ലെ? വിവിധ തരത്തിലുള്ള ടെസ്റ്റുകളാണ്. മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടെസ്റ്റുകളെ കുറിച്ച് പറയും. അപ്പൊ ടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് റിസൾട്ട് ആയിട്ട് വീണ്ടും എന്ത് ചെയ്യാം? ഡോക്ടറെ കാണുന്നു, ഡോക്ടർ മരുന്ന് തരുന്നു, ഫാർമസിയിലോട്ട് പോകുന്നു, മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകുന്നു, എക്സിറ്റ് ആയി പോകുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ്? എക്യുപ്മെന്റ്സ്. ഇനി വിവിധ തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാല്? എക്യുപ്മെന്റ്സ് സാധനങ്ങൾ അല്ലെ? അല്ലെങ്കിൽ എന്താണ്? ഉപകരണങ്ങൾ അല്ലെ? ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്യുപ്മെന്റ്സ് എന്ന് പറയാ. ഇനി ഡയഗ്നോസ്റ്റിക് ഏരിയയില് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് അല്ലെ? ഡയഗ്നോസ്റ്റിക് എന്താണ്? രോഗനിർണയം. രോഗം നിർണയിക്കുന്നതിനെയാണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഏരിയയിലുള്ള അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? BP apparatus. എന്തായിരിക്കാം? BP apparatus. എല്ലാ ഐഡിയ എന്താ ഈ എക്യുപ്മെന്റ്സിനെ കുറിച്ച്? BP apparatus എന്താണ്? പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് അല്ലെ? പ്രഷർ ചെക്ക് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് BP apparatus എന്ന് പറയുന്നത്. ബ്ലഡ് പ്രഷർ. ഓക്കെ, അപ്പോ BP ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യുന്ന ഉപകരണമാണ് BP apparatus എന്ന് പറഞ്ഞാല്. ഓക്കെ അല്ലേ? ഇനി എന്താണ്? എൻഡോസ്കോപ്പി. അറിയില്ല എല്ലാവർക്കും? ഫെമിലിയർ അല്ലേ? എൻഡോസ്കോപ്പി എന്താണ്? എന്താണ്? വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊണ്ടയുടെ ഇതിൽ കൂടെ ആ എക്യുപ്മെന്റ് അല്ലെ? കുടലിറക്കും, കുടലിറക്കിയിട്ട് നോക്കും. ഓക്കെ, അതാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാൻ പറ്റും. എല്ലാവർക്കും ചെയ്തിട്ടുണ്ടോ എൻഡോസ്കോപ്പി? ഉണ്ടോ?
ആർക്കാണ് രേഷ്മയ്ക്ക് ഒന്ന് പറയാമോ മോളെ എങ്ങനെയാണെന്നുള്ളത് പറയാമോ രേഷ്മ? അത് വായില് ഒരു ക്യാമറ ഉള്ള ഒരു വയറുള്ള ഒരു സാധനം അതിങ്ങനെ ഇറക്കി പതുക്കെ ഇറക്കി കൊണ്ടുപോകും. ആ അത് എന്തിനു വേണ്ടിട്ടാ മോൾക്ക് ചെയ്തത്? എന്തായിരുന്നു പ്രോബ്ലം? ചുമ ആ കുറച്ച് നാളായിട്ട് അടുപ്പിച്ച് ചുമ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കാൻ വേണ്ടിട്ട്. മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി ആർക്കാ? ലക്ഷ്മി എന്നാണോ പറഞ്ഞത്? ലക്ഷ്മിക്കാണോ ചെയ്തത് എൻഡോസ്കോപ്പി? മാർക്കോ ചെയ്തെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ലഭിച്ചു ഇല്ല? പോയാ ലക്ഷ്മി? ഇല്ല എനിക്ക് ചെയ്തിട്ടുണ്ട്. എന്തിനാ മോളെ ചെയ്തത് എൻഡോസ്കോപ്പി? മോൾക്ക് എന്തിനാ ചെയ്തത്? എനിക്ക് വയറിന് കംപ്ലൈന്റ് ആയി അൾസറിന്റെ ഇതിന് വേണ്ടി. ഓ ഓക്കെ. എല്ലാവർക്കും മനസ്സിലായില്ലേ? വായിൽ കൂടെയാണ് ആ കുഴലും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? ക്യാമറ ഉണ്ടാവുന്നത് അല്ലെ? രേഷ്മ പറഞ്ഞില്ലേ അതിന്റെ ടിപ്പിലായിട്ട് ക്യാമറ ഉണ്ടാവും, മുമ്പിലായിട്ട്. അപ്പോ നമുക്ക് എന്താണ് കംപ്ലൈന്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലെ? ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ? സ്ക്രീനിലല്ലേ കാണാം? ഓക്കെ. ഇനി എന്താണ് പോർട്ടബിൾ എക്സ്റേ? തേർഡ് വൺ ആണ് പോർട്ടബിൾ എക്സ്റേ. എന്തായിരിക്കാം പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ? കൊണ്ട് നടക്കാൻ പറ്റുന്നത് അല്ലേ? അല്ലെങ്കിൽ എന്താണ് മൂവബിൾ ആയിട്ടുള്ളത് അല്ലേ? ഇപ്പൊ എന്താണ് നമുക്ക് എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാതെ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ അടുത്ത് വന്നിട്ട് എക്സ്റേ എടുത്ത് പോകുന്നു. നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകണ്ട, എക്സ്റേ എടുക്കാനായിട്ട് ആ റൂമിലേക്ക് പോകണ്ട. എന്താണ് നമ്മുടെ അടുത്ത് വന്ന് എന്ത് ചെയ്യുന്നു? അവർ എക്സ്റേ എടുത്തുകൊണ്ട് പോകുന്നു. ഓക്കെ ആണോ? അതാണ് പോർട്ടബിൾ എക്സ്റേ. ആർക്കെങ്കിലും ചെയ്തിട്ടുണ്ടോ പോർട്ടബിൾ എക്സ്റേ? യെസ്, ജെറിനൊന്ന് പറഞ്ഞ എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആവും. ഓക്കെ, പറഞ്ഞോ. എനിക്ക് എക്സ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. നിർത്തിയിട്ടാണ് എക്സ്റേ ചെയ്യുന്നത്. എന്നിട്ട് അവര് ക്യാമറ വെച്ച് എവിടെയായിരുന്നു മോൻ എക്സ്റേ എടുത്തത്? തിരുവല്ല വെച്ചായിരുന്നു. എവിടെയാണ്? കൈക്കാണോ കാലിനാണോ എങ്ങനെയാണ്? ശരീരത്തില് നേരെ വെച്ചിട്ട് അവര് നേരെ നിർത്തിക്ക് വെക്കും. നിർത്തിയെടുക്കും നമ്മള്. അതെ. എന്തായിരുന്നു പ്രോബ്ലം? പനിയുടെ ഒക്കെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. പിന്നെ അൾട്രാസൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഒക്കെ വെച്ച് എക്സ്റേ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത് മൂവബിൾ എക്സ്റേ എടുക്കുന്നത്? ഓക്കെ. അപ്പൊ എന്താണ് മൂവബിൾ എക്സ്റേ അല്ലെങ്കിൽ പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകണ്ട, അല്ലെങ്കിൽ ആ എക്സ്റേ റൂമിലോട്ട് പോവാതെ നമ്മുടെ അടുത്ത് വന്നിട്ടാണ് അവർ എക്സ്റേ എടുത്ത് പോകുന്നത്. അപ്പൊ തന്നെ റിസൾട്ട് കിട്ടോ നമ്മൾക്ക്? അപ്പൊ തന്നെ എങ്ങനെയാണ് ചെറിയ റിസൾട്ട്? മൂവബിൾ എക്സ്റേയുടെ റിസൾട്ട് എങ്ങനെ കിട്ടാം? അപ്പൊ തന്നെ കിട്ടോ നമുക്ക്? അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കിട്ടും അല്ലെ? ഓക്കെ ഓക്കെ. 15 മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എടുത്തവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി എന്താണ് പോർട്ടബിൾ USG? എന്തായിരിക്കും USG എന്ന് പറഞ്ഞാല്? USG ultrasound sonography. USG an expanded name ആണ് കേട്ടോ. അൾട്രാസൗണ്ട് സോണോഗ്രഫി. അൾട്രാസൗണ്ട് കേട്ടിട്ടില്ലേ? നമ്മളിപ്പോ പ്രഗ്നൻസിക്ക് ഒക്കെ ചെയ്യുന്നത്, പ്രഗ്നൻസി സ്കാനിങ് ഒക്കെ എങ്ങനെയാണ്? സെല്ലിൽ വെച്ച്
ആദ്യം വയറിൽ ഒരു ജെല്ല് തേക്കോ അല്ലെ, ജെല്ല് വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ജെല്ല് തേച്ചതിന് ശേഷം അൾട്രാസൗണ്ടിന്റെ ആ മെഷീൻ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ തിരിച്ച് കൊടുക്കില്ലേ. അപ്പോ കുട്ടിയുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ് കേട്ടോ. അപ്പൊ എന്താണ് പോർട്ടബിൾ മൂവബിൾ ആയിട്ടുള്ള എന്താണ് ഇതാണത്. പോർട്ടബിൾ USG എന്നാണ് പറയുന്നത്. മൂവബിൾ പോർട്ടബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവബിൾ കേട്ടോ. ഇനി എന്താണ്, പിന്നെന്താണ് എക്കോ. എക്കോ എക്കോ എന്തായിരിക്കും, ഹാർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെ. എന്താണ് എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാം. ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. എക്കോ കാർഡിയോഗ്രാം അതും അൾട്രാസൗണ്ട് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഹാർട്ടിന്റെ കാര്യങ്ങളൊക്കെ, ഹാർട്ടിന്റെ സ്കാനിങ് ആണ് ചെയ്യുന്നത്. എക്കോ വഴി ഹാർട്ട് സ്കാനിങ് ആണ് ചെയ്യുന്നത്, അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഈ പേര് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. വീഡിയോയിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വരുള്ളൂ. എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ മിസ് നോട്ട് തരാം കേട്ടോ. പിന്നെന്താണ് കഴിഞ്ഞില്ലേ, അപ്പോ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് നമ്മൾ പഠിച്ചില്ലേ. എന്താണ് BP അപ്പാരറ്റസ് അറിയാലോ, BP ചെക്ക് ചെയ്യുന്നതിന്. പിന്നെന്താണ് എൻഡോസ്കോപ്പി, വയറിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, എന്ത് രോഗമാണെന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. പിന്നെന്താണ് പോർട്ടബിൾ എക്സ്റേ അല്ലെ, മൂവബിൾ എക്സ്റേ. പിന്നെന്താണ് പോർട്ടബിൾ USG അൾട്രാസൗണ്ട് സോണോഗ്രഫി ആണ്. പിന്നെന്താണ് എക്കോ. എക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രാം, അൾട്രാസൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെന്താണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസിനാണ് അല്ലെ, ഹൃദയത്തിന്റെ സ്കാനിങ്ങിനാണ് ഈ എക്കോ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ, ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സ് മാത്രം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയാം, തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്താണ് തെറാപ്യൂട്ടിക്? ചികിത്സാ സംബന്ധമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. പോർട്ടബിൾ എക്സ്റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ എക്സ്റേ എടുത്തിട്ട് പോകുന്നു. അപ്പൊ നമ്മളൊരു റൂമിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവിടെ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, എക്സ്റേ എടുത്ത് പോകുന്നു. ആ എക്സ്റേ റൂമിലോട്ട്, ആ ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകേണ്ട ആവശ്യമില്ല, രോഗിയുടെ അടുത്ത് വന്ന് അവരെന്ത് ചെയ്യുന്നു, എക്സ്റേ എടുത്തിട്ട് പോകുന്നതാണ് പോർട്ടബിൾ എക്സ്റേ. പോർട്ടബിൾ എന്ന് പറഞ്ഞാല് മൂവബിൾ, ഓക്കെ, ചലിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി എന്താണ് തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് നോക്കാം. എന്താണ് നെബുലൈസർ. ഫസ്റ്റ് വൺ എന്താണ് നെബുലൈസർ. അതെല്ലാവർക്കും ഇതാണല്ലോ, ഫെമിലിയർ ആയിരിക്കുമല്ലോ. ആവി പിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ, നെബുലൈസേഷൻ അല്ലെ. ഓക്കെ, നെബുലൈസർ എല്ലാവർക്കും അറിയാം. പിന്നെന്താണ് ലാറിംഗോസ്കോപ്പ്. ലാറിംഗോസ്കോപ്പ് ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും? ലാറിംഗോസ്കോപ്പി എന്താണ്, ഇപ്പൊ തൊണ്ടയിലൊക്കെ എന്തെങ്കിലും ക്യാൻസർ ആയിട്ടുള്ള മുഴകളല്ലാതെ വേറെ തരത്തിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ തൊണ്ടയില്, നമ്മുടെ ത്രോട്ടില് എന്തെങ്കിലും മുഴകൾ, ക്യാൻസറിന്റെ മുഴകളല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. അത് ആരായിരിക്കും ചെയ്യുന്നത്? ഫസ്റ്റ് ആരായിരിക്കും? ENT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ചെയ്യുന്നത്.
ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത് ENT ഓർ ഗ്യാസ്ട്രോ ആയിരിക്കും. ENT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ഈ ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ലാറിംഗോസ്കോപ്പി എന്താണ്? നമ്മുടെ തൊണ്ടയിൽ എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ് ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മുഴകളല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മുഴകളാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ENT അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ആയിരിക്കും ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് എന്ത് ചെയ്യും? ഒരു സ്പ്രേ അടിക്കും അല്ലെ, നമ്മുടെ വായിലേക്ക് സ്പ്രേ അടിക്കും. അനസ്തേഷ്യ ഒക്കെ ചെയ്യില്ലേ, അതുപോലെ എന്താണ് ഫസ്റ്റ് വായ മരവിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ അടിക്കും ആദ്യം. അതിനുശേഷം ഈ ഉപകരണം വെച്ചിട്ട് എന്ത് ചെയ്യും? ലാറിംഗോസ്കോപ്പ് വെച്ചിട്ട് നമ്മുടെ വായിലോട്ട് ഇങ്ങനെ കടത്തി വിടും. അപ്പോൾ നമ്മൾക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിലെ സ്ക്രീനിൽ നമുക്ക് നമ്മുടെ വായയുടെ ഭാഗം മൊത്തം അവിടെ കാണാൻ പറ്റും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മുഴകളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ലാറിംഗോസ്കോപ്പ് മനസ്സിലായോ? ഓക്കെ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇത് ലാറിംഗോസ്കോപ്പി? ആർക്കും ചെയ്തിട്ടില്ല? ലാറിംഗോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ത്രോട്ടില്, തൊണ്ടയില് എന്തെങ്കിലും മുഴകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ഗ്യാസ്ട്രോ അല്ലെങ്കിൽ ENT ആയിരിക്കും ഈ പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഇപ്പൊ ക്യാൻസറിന്റെ മുഴകളല്ല, മറ്റേതെങ്കിലും മുഴകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാറിംഗോസ്കോപ്പി ചെയ്യുന്നത്. ഇതെങ്ങനെയാണ്? എൻഡോസ്കോപ്പി ചെയ്യുന്നത് പോലെ തന്നെ ആ കുഴൽ എന്ത് ചെയ്യും? നമ്മുടെ തൊണ്ടയുടെ ഇതിലേക്ക് കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യുന്നു? ആ സ്ക്രീനിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ തൊണ്ടയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ അവിടെ കാണാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ബ്രാഞ്ചോസ്കോപ്പി. അത് ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും ബ്രാഞ്ചോസ്കോപ്പി? എന്തായിരിക്കാം ബ്രാഞ്ചോസ്കോപ്പി? ലങ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ ചെസ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടാല്, ഇപ്പൊ ചുമയോ അല്ലെങ്കിൽ ന്യൂമോണിയോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജിസ്റ്റ് ആയിരിക്കാം. ഇത് ചെയ്യുന്നത് ഒന്നല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആരായിരിക്കാം? പൾമണോളജിസ്റ്റ് ആയിരിക്കാം ഇത് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റില് ലങ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്, കഫക്കെട്ടോ ന്യൂമോണിയ അതുപോലെ ചുമയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, എന്താണ് രോഗം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാഞ്ചോസ്കോപ്പി ചെയ്യുന്നത്. ഒന്ന് വായിച്ചു നോക്കിട്ടോ, ഞാൻ പറഞ്ഞത് ക്യാമറ ഇവിടെ കാണുന്നില്ല. ഒന്ന് വായിച്ചു നോക്കിട്ടോ, ഒരു മിനിറ്റ് കേട്ടോ, ഒന്നോട് പറയട്ടെ കേട്ടോ. എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾക്ക്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടോ ഇത്ര എടുത്തത്.
വായിച്ചു നോക്കിയാ? വായിച്ചു നോക്കിയാ? രണ്ടെടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, ക്ലിയർ ആണോ? തെറാപ്യൂട്ടിക് എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? നെബുലൈസർ ഉണ്ട്, പിന്നെന്താ ലാറിംഗോസ്കോപ്പി, അതുപോലെ ബ്രാഞ്ചോസ്കോപ്പി. ഓക്കെ അല്ലേ? ഇനി എന്താണ് മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് നോക്കാം. എന്താണ്? പൾസ് ഓക്സിമീറ്റർ, അതറിയാൻ പറ്റുമല്ലോ. പൾസ് ഓക്സിമീറ്റർ എന്തായിരിക്കാം? പൾസ് ഓക്സിമീറ്റർ നമ്മുടെ പൾസ് ചെക്ക് ചെയ്യുന്നത് അല്ലെ, പൾസ് നോക്കുന്നത് എങ്ങനെയായിരിക്കാം? നമ്മുടെ ഫിംഗേഴ്സിൽ ഇതെന്ത് ചെയ്യും? ഇമിഷൻ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പൾസ് എന്ത് ചെയ്യാൻ അവർ നോക്കും. അപ്പൊ അതാണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. പിന്നെ കാർഡിയാക് മോണിറ്റർ. കാർഡിയാക് മോണിറ്റർ, കാർഡിയാക് എന്തായിരിക്കാം? ഹാർട്ട് അല്ലെ, ഹാർട്ടുമായി ബന്ധപ്പെട്ട മിഷൻസ് ആണ്. ഹാർട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന എക്യുപ്മെന്റ്സ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ECG, ECG എല്ലാവർക്കും അറിയാലോ. ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെ, ECG മിഷൻസ് അറിയാലോ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇലക്ട്രോണിക് വേവ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഹാർട്ടുമായിട്ട് എല്ലാ കാര്യങ്ങളും, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അത് ECG ആണ് കേട്ടോ, ECG മിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അറിയാലോ മോണിറ്ററിംഗ് മിഷൻസ് എന്തൊക്കെ പറഞ്ഞു? പൾസ് നോക്കുന്നത് അല്ലെ, പൾസ് ഓക്സിമീറ്റർ, പൾസ് നോക്കുന്നത്. അതുപോലെ എന്താണ് കാർഡിയാക് മോണിറ്റർ, ഹൃദയ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്ന മിഷനാണ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ECG മിഷൻസ്, 3 മിഷൻസ് ആണ് അപ്പോ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻസ്ട്രുമെന്റ്സ് എന്താണ്? IV സെറ്റ്, IV കാനുല എന്ന് കേട്ടിട്ടുണ്ടോ? IV കാനുല കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരും കേട്ടിട്ടില്ല. ഇല്ല, നമ്മുടെ ഞരമ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? വെയിൻസിലൂടെ അല്ലെ, ഞരമ്പിലൂടെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആയിരിക്കും. ഈ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. എന്ത് ചെയ്യുന്നു? നമ്മുടെ വെയിനിലൂടെ ഇത് കടത്തി വിട്ടിട്ട് ഇതിൽ കൂടെ മരുന്ന് കയറ്റും. ട്രിപ്പൊക്കെ ഇടാനായിട്ട് കഴിച്ചില്ലേ? അതാണ് IV കാനുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, IV സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്താണ് ട്രാൻജോസ്റ്റമി? എന്തായിരിക്കാം ട്രാൻജോസ്റ്റമി? ശ്വസനനാള ശാസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ട്രാൻജോസ്റ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസനനാള ശാസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്. ശ്വസനനാള ശാസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ട്രാൻജോസ്റ്റമി. ഇനി എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി? ട്രോളി അറിയാലോ. ട്രോളി എന്തായിരിക്കും? ട്രോളി എല്ലാ സാധനങ്ങളും വെച്ചിട്ട് ഇപ്പൊ ഗൾഫിന്നൊക്കെ ആൾക്കാർ വരുമ്പോ കാണൂലേ, അല്ലെങ്കിൽ എന്താണ് മറ്റേ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോ നമ്മൾ എന്തിക്കൊണ്ട് നടക്കുന്നത് അല്ലെ, അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെ, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്. പൂജ എന്താ പറയുന്നത്? സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ക്യാരി ചെയ്യുന്ന അല്ലെ, അങ്ങനെയുള്ള ഒരു ട്രോളി നമ്മൾ ഇതിനെ മുന്തിക്കൊണ്ട് നടക്കില്ലേ, അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രോളി. ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറഞ്ഞാല് ക്ലിയർ ആയില്ലേ? ഇൻസ്ട്രുമെന്റ്സിൽ IV സെറ്റ് ഉണ്ടല്ലേ, IV കാനുല ഉണ്ട്. നമ്മൾ എന്താണ് ട്രിപ്പ് ഇടാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആണ്. ഇത് വെയിനിലൂടെ കടത്തി വിട്ടിട്ട് എന്ത് ചെയ്യുന്നു? മരുന്ന് കഴിക്കുന്നു അല്ലെ. പിന്നെ എന്താണ് ട്രാൻജോസ്റ്റമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ശ്വസനനാള ശാസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്. എന്താണ് ഇൻസ്ട്രുമെന്റ് ട്രോളി? ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്നു. ആ ഉപകരണമാണ് ഇൻസ്ട്രുമെന്റ് ട്രോളി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എക്യുപ്മെന്റ്സിലെല്ലാം വായിച്ചു നോക്കിയേ. ഡയഗ്നോസ്റ്റിക്കിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് പറഞ്ഞു, തെറാപ്യൂട്ടിക്കിൽ എന്തൊക്കെ പറഞ്ഞു, മോണിറ്ററിംഗിൽ എന്തൊക്കെ പറഞ്ഞു, ഇൻസ്ട്രുമെന്റ്സിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രുമെന്റ്സിൽ എന്തൊക്കെ വരും, മോണിറ്ററിംഗിൽ എന്തൊക്കെ വരും എന്നുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇപ്പൊ ഇതിനർത്ഥം നിങ്ങളോട് ചോദിക്കുന്നത് ഇപ്പോ നെബുലൈസർ ഏതിലാണ് വരുന്നത്, തെറാപ്യൂട്ടിക്കിലാണോ, ഡയഗ്നോസ്റ്റിക്കിലാണോ, മോണിറ്ററിംഗിലാണോ? അപ്പൊ അങ്ങനെ ആ കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഡയഗ്നോസ്റ്റിക്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്, തെറാപ്യൂട്ടിക്കിൽ ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അതിനകത്ത് ഒന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നാൽ മതി കേട്ടോ. വേറൊന്നും ചോദിക്കില്ല. വായിച്ചു നോക്കിയോട്ടാ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. വായിച്ചോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ മക്കളെ? ഇന്ന് വേറെ ക്ലാസ് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. വാഹിദ മിസ് ലീവാണ്. അപ്പോ പകരം ഞാൻ 1.5 മണിക്കൂർ എടുക്കുന്നുള്ളൂ കേട്ടോ. 12 മണി വരെ മിസ് ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് 12 മണി വരെ ആയിരിക്കും ക്ലാസ്. ഓക്കെ, ഒന്നും കൂടി എടുക്കാം. ഫങ്ഷൻസ് ഓഫ് OPD വരെ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. നോക്കാം. Early diagnosis, curative, preventive and rehabilitative care on ambulatory basis. എന്താണ് പറയുന്നത്? ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കാം? എന്തൊക്കെയാണ് അവിടെ നൽകുന്നത്? അവര് ഡയഗ്നോസിസ് അല്ലെ, രോഗം നിർണ്ണയിക്കുന്നതിനുള്ള സർവീസുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രതിരോധം. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധം. പിന്നെന്താണ് പ്രിവെന്റീവ് അല്ലെ, രോഗം വരുന്നത് തടയാനുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ എന്താണ് റീഹാബിലിറ്റേറ്റീവ് കെയർ അല്ലെ, ഒരാളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സർവീസുകളും എവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? OPD ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ് അല്ലെ, എല്ലാ രോഗികൾക്കും നല്ല രീതിയിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്ക്രീനിങ് ഓഫ് അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഇതായിരിക്കാം സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? സ്ക്രീനിങ് ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്പ്ലേ അല്ല. സ്ക്രീനിങ് എന്ന് പറഞ്ഞാല് പരിശോധന. പരിശോധനകൾ അല്ലെ, പലതരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, MRI, എക്സ്റേ, അങ്ങനെയുള്ള പലതരത്തിലുള്ള പരിശോധനകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. പരിശോധന. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? പലതരത്തിലുള്ള ടെസ്റ്റുകൾ അല്ലെ, രോഗികൾക്ക് പലതരത്തിലുള്ള സർവീസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ് അല്ലെ. നമ്മളെന്താണ് ഡിസ്ചാർജ് ആയി, അഡ്മിറ്റ് ആയി, അതിനുശേഷം ഡിസ്ചാർജ് ആയിട്ടും എന്താണ് അവര് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ് ഡെലിവറി ടൈമിലൊക്കെ നമ്മൾ എന്താ ചെയ്തു? അഡ്മിറ്റ് ആയി, ഡെലിവറി കഴിക്കുന്ന ശേഷം എന്ത് പറയുന്നുണ്ട്? 1 month ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് ചെക്കപ്പ് ചെയ്യണം, കാണാനായിട്ട്, ഡോക്ടറെ കാണാനായിട്ട് പറയാറില്ലേ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം? അപ്പൊ എന്താണ് അവര് ഡെലിവറിക്ക് മുമ്പും എല്ലാ കാര്യങ്ങളും എന്താണ് കെയർ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷവും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അതായത് പ്രശ്നങ്ങളുണ്ടോ, എന്താണ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് ആയതിനു ശേഷം എന്തൊക്കെ ചെയ്യുന്നത്? കെയർ നൽകുന്നുണ്ട്.
അപ്പോൾ ഡെലിവറി തന്നെ നോക്കണ്ട, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പം ഒരു രോഗി അഡ്മിറ്റ് ആയി അതിനുശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ വന്ന് കാണണമെന്ന് പറയാറില്ലേ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അതുപോലെ ഇഞ്ചക്ഷൻ അല്ലാതെ ഇത് അഡ്മിറ്റ് ആയി, ഒരു രോഗി അഡ്മിറ്റ് ആയി അതിനുശേഷം ഡിസ്ചാർജ് ആവുമല്ലോ. അപ്പൊ എന്താണ്, അഡ്മിറ്റ് ആവുമ്പോൾ പേര് കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ഡിസ്ചാർജ് ആയിട്ട് ഡോക്ടറെ വന്ന് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ വന്ന് കണ്ടോളൂ എന്ന് പറയാറില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങളാണ് അവിടെ പറയുന്നത്. അഡ്മിറ്റ് ആകുമ്പോഴും അതുപോലെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞതിന് ശേഷവും അവിടെ രോഗികൾക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണ്, പ്രമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലേ രോഗികൾക്കായാലും, പിന്നെ എന്താണ് പൊതുജനങ്ങൾക്കായാലും എന്ത് കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. എന്തായിരിക്കാം പ്രിവെന്റീവ് എന്ന് പറഞ്ഞാല്? ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അറിയാലോ. എന്താണ്, രോഗം വരാതിരിക്കാനുള്ള നടപടിക്രമങ്ങള് അവിടെ സ്വീകരിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള അല്ലെങ്കിൽ രോഗം പടർന്നു പിടിക്കാനുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും അല്ലെ അവിടെ നടപടിക്രമങ്ങള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. പോസ്റ്ററുകള്, അതുപോലെ എന്താണ് പിന്നെന്താണ് അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് അല്ലെ, ഫ്ലെക്സുകൾ വെക്കുന്നുണ്ട്. കൊറോണയ്ക്ക് ആയപ്പോ എന്താണ് പല പോസ്റ്ററുകളും ഫ്ലെക്സുകളൊക്കെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുമോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും എന്താണ് OPD ഒരു ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഏതൊക്കെ ഫംഗ്ഷൻ ആണ് പഠിച്ചത്? ഫസ്റ്റ് വൺ എന്താണ്, രോഗം നിർണ്ണയിക്കുന്നത്, പ്രതിരോധിക്കുന്നത്, പ്രിവെന്റ് ചെയ്യുന്നത്. അതുപോലെ എന്താണ്, പുനരധിവാസ സേവനങ്ങള് OPD-യില് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, സ്ക്രീനിങ് അല്ലെ, പല വിധത്തിലുള്ള ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, MRI സ്കാൻ, CT സ്കാൻ അല്ലെ, അതുപോലുള്ള ടെസ്റ്റുകൾക്കും രോഗികളെ അതിനു വേണ്ടിയിട്ടും രോഗികൾക്ക് സർവീസുകൾ ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കുറെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, ഡിസ്ചാർജ് അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ആയതിനു ശേഷവും എന്താണ് അവര് ഹെൽത്ത് കെയർ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെന്താണ്, രോഗം വരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ടെന്നാണ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത്. എന്താണ്, ഫ്ലെക്സുകൾ, തരത്തിലുള്ള ഫ്ലെക്സുകൾ, കൊറോണ സിറ്റുവേഷൻ ഒക്കെ ആയപ്പോ എന്താണ് ഫ്ലെക്സുകൾ വെക്കുന്നുണ്ട്. പിന്നെ എന്താണ്, അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് OPD ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇമ്പോർട്ടന്റ് അങ്ങനെ കുഴപ്പമില്ല, ഇത് ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ബോറടിച്ചാ 1.5 മണിക്കൂർ ഇരുന്നിട്ട്? ഓക്കെ, ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഫംഗ്ഷൻ. ഓക്കെ, എന്തൊക്കെയുണ്ട് ഓണത്തിന്റെ ഒരുക്കങ്ങള്? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആയാ എല്ലാവരുടെ വീട്ടിലും? ഡൗട്ടുകൾ എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ എല്ലാ പോർഷൻസും? ഓക്കെ, ഓണം എവിടെയായി? എവിടം വരെ ആയി എല്ലാവർക്കും? ഓണമില്ല, എന്ത് പറ്റി? ആർക്കും ഓണമില്ലേ? 2 ആൾക്കും ഓണമില്ല. പിന്നെ ഓണം ഉള്ളവർക്ക് ഇത് ഓണമില്ല, ആർക്കും ഓണമില്ലേ? ഓ, ഞങ്ങൾക്ക് ഓണാഘോഷം ഇവിടെ വെള്ളിയാഴ്ചയാണ്.
വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് ഓണാഘോഷം തുടങ്ങുന്നത്. ഓക്കെ. ഓക്കെ, താങ്ക് യു. പിന്നെ പൂക്കളൊക്കെ ഇട്ടാ? സാരിയാണ് ഞങ്ങൾ കൊടുക്കുന്നത് ഓണത്തിന്. പ്രോഗ്രാംസ് ഉണ്ട്, ടീച്ചർമാരുടെ പ്രോഗ്രാംസ് ഉണ്ട്. അൺമ്യൂട്ട് ആക്കിട്ടോ മിസ്, വർത്താനം പറയണമെങ്കിൽ പറയാം. സാരി ടീച്ചേഴ്സിന്റെ ഡാൻസ് ഉണ്ട് ഇവിടെ ഓഫീസിൽ. പിന്നെ എന്താണ് നമ്മളെ ഫ്രൈഡേ ക്ലാസ് ഫ്രൈഡേ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാം, മെസ്സേജ് വരും. എത്ര ദിവസമാണ് ഇല്ലാത്ത ദിവസം അറിയില്ല, അത് സാറുമാര് പറയും. ഓണത്തിന് അവധി ഉണ്ടോ? ഫ്രൈഡേ മുതലാണോ ലീവ്? എന്താണ് മോളെ? ഒരാള് പറ. ഫ്രൈഡേ മുതലാണോ ലീവ്? ചിലപ്പോ ഫ്രൈഡേ മുതലായിരിക്കാം. ഇവിടെ സെലിബ്രേഷൻ ക്ലാസ് വെക്കില്ല. മിസ്സിന് അറിയില്ല, നിങ്ങൾക്ക് മെസ്സേജ് വരും കേട്ടോ. മിസ്, മോഡ്യൂൾ 1 കഴിഞ്ഞാൽ എക്സാം ഉണ്ടാകുമോ? എന്താ മോളെ? മോഡ്യൂൾ 1 കഴിഞ്ഞാൽ എക്സാം ഉണ്ടാകുമോ? സാറിന്റെ ക്ലാസ് കേട്ടില്ലേ? റെക്കോർഡിംഗ് ക്ലാസ് കേട്ടില്ലേ? ഇതിലെങ്ങനെയാന്ന് പറഞ്ഞത്? 3 മാസം കഴിഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂള് തീർക്കണം. ഫസ്റ്റ് മൊഡ്യൂളല്ലേ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ കൂടി എടുത്തിട്ട് ചിലപ്പോ എക്സാം ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ ഇതിന്റെ നമ്മൾ പ്രിന്റ് ഒക്കെ എടുത്ത് പഠിച്ചാൽ മതിയോ? PDF നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF ഇല്ലേ, അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഈ മൊഡ്യൂൾ 1 അതിന് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് പഠിച്ചാൽ മതി അല്ലേ? ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ മിസ് എടുത്തതെല്ലാം? ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു.